എന്തൊരു വലിയ കെട്ടിട. 1 2 3 4. ചേട്ടാ, നാരങ്ങാ മിഠായി. താങ്ക് യു ചേട്ടാ. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ്. എന്തോടാ ചെയ്യണേ നീ? എന്താണോ ചെയ്യണേ? എന്താ ചേട്ടാ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ ചേട്ടാ? നീ എന്തോടാ ചെയ്തേ? ചേട്ടാ, അത് ഞാൻ ആ വലിയ കെട്ടിടത്തിന് എത്ര നിലകളുണ്ടെന്ന് എണ്ണീതാ ചേട്ടാ. എത്ര നില എണ്ണീടാ? ചേട്ടാ, നിലകൾ എണ്ണിയാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ചേട്ടാ? നീ എത്ര നില എണ്ണീടാ? അതിന് കാശ് തരണം. അത് ചേട്ടാ, ഞാൻ 6 നില എണ്ണിയുള്ളൂ ചേട്ടാ. നീ ഒരു 60 രൂപ എടുക്ക്. ഇവനേതാ പൊട്ടനോ? പാലു, നുണ പറയരുത്. എന്താടാ പറ്റിച്ചതാ. ആര് പറ്റിച്ചോ? എന്താടാ ആരാ പറ്റിച്ചതിന്റെ? നുണ പറഞ്ഞതാ ചേട്ടാ. ആര് നുണ പറഞ്ഞോടാ? അത് ചേട്ടാ, ഞാൻ നുണ പറഞ്ഞതാ ചേട്ടാ. 6 നില എണ്ണിയുള്ളൂന്ന് ഞാൻ നുണ പറഞ്ഞതാ ചേട്ടാ. അമ്മച്ചി പറഞ്ഞേക്കണത് ആരോടും നുണ പറയരുതെന്നാണ്. ഞാൻ 11 നില എണ്ണിയിട്ടുണ്ടായിരുന്നു ചേട്ടാ. ബാക്കി കാശ് ചേട്ടാ. ഇത് എന്ത് സാധന? കടിഞ്ഞിപ്പൊട്ടനോ? അമ്മച്ചി പറഞ്ഞിരിക്കുന്നത് ഫുഡ് എന്ത് കഴിക്കുമ്പോഴും ഷെയർ ചെയ്ത് കഴിക്കണമെന്നാ. എന്റെ പേര് കുഞ്ഞിപ്പാലൂന്നാ. അമ്മച്ചി എന്നെ വിളിക്കണത് പാലൂന്നാ. ഞങ്ങള് ഹരിയാനയിലായിരുന്നു. ആന്റിയുടെ എന്തൊരു നല്ല ഷൂസാ. അമ്മച്ചി പറയണത് ഒരാളുടെ ഷൂസ് അയാളുടെ ഐഡൻറ്റിറ്റി ആണെന്നാണ് അമ്മച്ചി പറയണത്. പൊട്ട ഷൂസാ അല്ല ആന്റി? എനിക്ക് ഈ ഷൂസാ കൂടുതൽ ഇഷ്ടം. ചെറുപ്പത്തിലെ ഞാൻ നടക്കാൻ ഭയങ്കര മടിയനായിരുന്നു. എനിക്കൊരു പ്രത്യേകതരം ഷൂസ് ഉണ്ടായിരുന്നു. ചേച്ചി സഹായിക്കണോ? വേണ്ട, അത് പാലു എടുത്തോളൂ. കേട്ടോ പാലു, ജീവിതത്തിൽ എല്ലാം സ്വന്തമായിട്ട് ചെയ്യണം. എങ്കിലേ ജീവിതത്തിൽ വിജയം ഉണ്ടാവുകയുള്ളൂ. പാലു, നമുക്ക് പ്രിൻസിപ്പാൾ അച്ഛനെ ഒന്ന് കാണാം.
പാലു. പെങ്ങളെ, ഞാൻ അന്നേരെ പറഞ്ഞതല്ലേ ഇവനെ ഞങ്ങളുടെ സ്കൂളിൽ ചേർക്കാൻ പറ്റുകയല്ലെന്ന്. പറ്റുമച്ചാ, അവൻ പഠിച്ചോളും. ഞങ്ങളുടെ സ്കൂളിൽ ഇവനെ പോലെ ഒരുത്തനെ പറ്റുകയല്ല. ഇവൻ പഠിച്ചോളും അച്ചോ. ശരിയാവില്ല പെങ്ങളെ, ശരിയാവില്ല. പറ്റുമച്ചാ, അവൻ പഠിച്ചോളും. പെങ്ങള് പോ, എനിക്ക് ചോറ് വെക്കാനുള്ളതാ. എൻ്റെ പണിക്കാരൻ വീട്ടിൽ പോയിരിക്കുക. ഇവൻ ഇവിടെ പഠിക്കുന്നിടത്തോളം കാലം അച്ഛന് ഞാൻ ചോറ് വെച്ച് തന്നോളാം. എന്നാ പിന്നെ പെങ്ങളുടെ ഇഷ്ടം പോലെ നടക്കട്ടെ. അമ്മച്ചിക്ക് എന്നെ പഠിപ്പിച്ച് വലിയ ആളാക്കാനായിരുന്നു ആഗ്രഹം. മറ്റുള്ളവർക്കെല്ലാം ഞാനൊരു കാഴ്ച വസ്തുവായിരുന്നു. മോൻ ക്ലാസ്സിലേക്ക് പോയിക്കോ. എനിക്ക് പേടിയാണ്. അമ്മ ഇവിടെ നിൽക്കാം, മോൻ പൊക്കോ. എന്റെ പേര് വിവിധ. ഞാൻ അവളെ ബിബീന്നാ വിളിക്കാറ്. അവൾക്ക് നാരങ്ങ മിഠായി ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്ക് ഈ ലോകത്തിൽ പരിചയമുള്ള ഒരേ ഒരു പെൺകുട്ടിയാണ് വിബി. ഹലോ, എന്താ നിന്റെ പേര്? എന്റെ പേര് കുഞ്ഞുപാലു എന്നാണ്. എന്തിനാണ് ഇങ്ങനത്തെ ഷൂസ് ഇട്ടേക്കണേ? ഈ ഷൂസ് ഇട്ടാല് വേഗത്തിൽ നടക്കാൻ പറ്റുന്ന അമ്മച്ചി പറഞ്ഞ. എൻ്റെ ക്ലാസ്സിലെ കുറേ പിള്ളേർക്ക് എന്നെ ഇഷ്ടമേ അല്ലായിരുന്നു. ഓടിക്കോ. ഒരു ദിവസം ബിബി ക്ലാസ്സിൽ വന്നില്ല. ഞാൻ അവളെ അന്വേഷിച്ച് അവളുടെ വീട്ടിലേക്ക് പോയി. പാലു, ഒരു 50 രൂപ തരോ? അവളുടെ അമ്മേനെ അവളുടെ അപ്പം കൊന്നു. അപ്പനെ പോലീസുകാർ പിടിച്ചുകൊണ്ടുപോയി. പിന്നെ അവളുടെ ആൻറ്റിയുടെ വീട്ടിൽ നിന്നാണ് പഠിച്ചത്. അവളുടെ ആൻറ്റിയുടെ വീട് എൻ്റെ വീടിൻ്റെ അടുത്തായിരുന്നു. അവിടെ നിന്നാണ് ഞങ്ങൾ രണ്ടുപേരും കോളേജിൽ പോയത്. ആ കോളേജില് ഞങ്ങളുടെ വില്ലേജിൽ നിന്ന് കുറെ പിള്ളേരുണ്ടായിരുന്നു. ഓടിക്കോ, ഓടിക്കോ പാലു, ഓടിക്കോ. ഓടിക്കോ, ഓടിക്കോ പാലു. ഓടിക്കോ. പാലു, ഇത് പാലുവിനുള്ള എന്റെ സമ്മാനമാണ്. ഷൂസാ. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആദ്യമായി കിട്ടിയ സമ്മാനം. പാലു, ഞാൻ ബോംബെക്ക് പോവുക. എനിക്ക് വലിയൊരു മോഡലാവണം, കുറെ കാശുണ്ടാക്കണം. എന്റെ അമ്മയ്ക്ക് പറ്റിയതുപോലെ എനിക്ക് പറ്റരുത്, ഉയരങ്ങളിൽ എത്തണം. അതാണ് എന്റെ ആഗ്രഹം. അപ്പോഴാണ് ഞാൻ പെരുമ്പാവൂർ എൻ്റെ ആന്റിയുടെ അടുത്ത് വന്നത്. അവിടെ എനിക്കൊരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു. അവൻ മിമിക്രി ഒക്കെ കാണിക്കുമായിരുന്നു. പിന്നെ അവൻ വലിയൊരു സിനിമാ നടനായി.
ജയറാമിന്റെ കൂട്ടുകാരൻ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നാള് വനത്തിൽ തേനെടുക്കാൻ പോയി. അങ്കിള് വലിയ മരത്തിന്റെ മുകളിൽ കേറണോ? തേനീച്ച കുത്തുമില്ലേ? നീ തേനീച്ച പിടിക്കാൻ നടക്കണം. ഇങ്ങനെ ഒരു തള്ളു ഞാൻ എന്റെ ജീവിതത്തിൽ കേട്ടില്ല. തള്ളടോ തള്ളലാണ്. ചേട്ടാ, ഞങ്ങളുടെ ബസ് വരാനുണ്ട്, ഞങ്ങള് പോവാണ്. ഓക്കെ ചേട്ടാ. കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മച്ചി പറഞ്ഞു ഒരു കോഴി ഫാമിൽ ജോലിക്ക് പോകാനായിട്ട്. ചേട്ടാ, അല്ലേ? ആ, എടാ പാലു, ഈ ഷെഡിട്ടുണ്ടാ? എടാ പാലു, ഷെഡിയും ബനിയന്റും പടങ്ങളാടാത് ഞാൻ വരച്ചു വെച്ചേക്കണതാ. എടാ പാലു, ഞങ്ങളുടെ അപ്പനപ്പന്മാരായിട്ട് ഈ ഷഡിങ് ബനിയനൊക്കെ കൈകൊണ്ട് തുന്നി തയ്ച്ചാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എനിക്കിനി ഇതിൽ നിന്ന് കുറച്ച് കാശുണ്ടാക്കിയിട്ട് വേണം സ്വന്തമായിട്ടൊരു സ്റ്റിച്ചിങ് യൂണിറ്റ് തുടങ്ങാനായിട്ട്. ഞാൻ നിന്നും അതിൽ ചേർക്കാം. നമുക്ക് പകുതി പകുതി ഷെയർ ആക്കാടാ. എടാ പാലു, ഇതിൻ്റെ ചുറ്റും കമ്പി വേലിമേ കറണ്ട് ഇട്ടുണ്ട്. കള്ളന്മാർ കട്ടുകൊണ്ട് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. നീ ആ ചെന്നാൽ സ്വിച്ച് ഒന്ന് ഓണാക്കി. ശരി ചേട്ടാ. അയ്യോ അയ്യോ, എന്റെ കാലോട്. അയ്യോ അയ്യോ ചേട്ടാ, ഞാൻ ആശുപത്രി കൊണ്ടുപോവാം. കോഴീനെ കക്കാൻ വന്നവനെ ഞാൻ സഹായിച്ചു എന്നും പറഞ്ഞുകൊണ്ട് എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടു. അത് കഴിഞ്ഞ് ഞാൻ ഗോപാലേട്ടന്റെ വീട്ടിലേക്ക് പോയി. ഗോപാലേട്ടാ, ഗോപാലേട്ടാ, ഗോപാലേട്ടന് സ്റ്റിച്ചിങ് യൂണിറ്റ് തുടങ്ങണ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എടാ പാലു, ഞങ്ങളുടെ അപ്പനപ്പന്മാരായിട്ട് ഈ ഷഡിങ് ബനിയനൊക്കെ കൈകൊണ്ട് തുന്നി തയ്ച്ചാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എനിക്കിനി ഇതിൽ നിന്ന് കുറച്ച് കാശുണ്ടാക്കിയിട്ട് വേണം സ്വന്തമായിട്ടൊരു സ്റ്റിച്ചിങ് യൂണിറ്റ് തുടങ്ങാനായിട്ട്.
രാമസേട്ടാ, രാമസേട്ടാ, പാലു കാലിന് വേദനയുണ്ടോ ചേട്ടാ? പാലു അന്ന് നീയല്ലേടാ എന്നെ രക്ഷിച്ചത്. സത്യത്തില് ഞാൻ കോഴിയെ മോഷ്ടിക്കാൻ തന്നെ വന്നാടാ. അതുകൊണ്ടല്ലേ ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ടായത്. അത് ദാമുവേട്ടാ, അമ്മച്ചി പറഞ്ഞിരിക്കുന്നത് എല്ലാവരും തെറ്റ് ചെയ്യുന്നുണ്ടെന്നാണ്. എല്ലാവരോടും ക്ഷമിക്കണമെന്നും അമ്മച്ചി പറഞ്ഞിട്ടുണ്ട്. എടാ നീ ഒരു പാവമാണ്. ദാമുവേട്ടാ, ഞാൻ ഷെഡിയും ബനിയനും തയ്ക്കണ ഒരു സ്റ്റിച്ചിങ് യൂണിറ്റ് തുടങ്ങാൻ പോവുക. നീയൊക്കെ കമ്പനി തുടങ്ങിയ കാക്ക മലന്ന് പറക്കും. പകുതി ഷെയർ ഗോപാലേട്ടനാ. അതിനുള്ള കാശൊക്കെ അത് ഞാൻ അമ്മച്ചിയോട് ചോദിച്ചു വാങ്ങിക്കും. ദാമുവേട്ടൻ അവിടെ മാനേജറായിട്ട് വരാമോ? നിന്റെ മനസ്സ് തനി തങ്കമാടാ. ഞാൻ അമ്മച്ചിയുടെ നിന്ന് കുറച്ച് കാശ് മേടിച്ച് സ്റ്റിച്ചിങ് യൂണിറ്റ് തുടങ്ങി. പകുതി ഷെയർ ഗോപാലേട്ടന്. ഗോപാലേട്ടനല്ലേ സ്റ്റിച്ചിങ് യൂണിറ്റ് തുടങ്ങണ കാര്യം പറഞ്ഞു തന്നത്. ഗോപാലൻ ഷെഡ്ഡി ആൻഡ് ബനിയൻ കമ്പനി. ഞങ്ങൾ കുറേ ഷെഡ്ഡിയും ബനിയനും തയ്ച്ചു കൂട്ടി, ഒന്നും വിറ്റില്ല. അപ്പം ഞാൻ ദാമുവേട്ടനെ ലെറ്റർ അയച്ച് വിളിച്ചു. ദാമുവേട്ടാ, ആ പാലു, പാലു, എന്താ ഇത്? ഇതൊന്നും വിറ്റില്ലേ പാലു? 7 എണ്ണം അമ്മച്ചി മേടിച്ചു. എനിക്ക് വേണ്ടി മേടിച്ചതാ. ദാമുവേട്ടന് ഭയങ്കര ബുദ്ധിയാ. ഒരെണ്ണം എടുത്താൽ ഒരെണ്ണം ഫ്രീ, ഒരെണ്ണം എടുത്താൽ 2 എണ്ണം ഫ്രീ, ഒരെണ്ണം എടുത്താൽ 3 എണ്ണം ഫ്രീ. അങ്ങനെ പല പല പരിപാടികളും ദാമുവേട്ടൻ ചെയ്തു. പൊന്നു സാറേ, ഇതിവിടെ പോണില്ല. പാലു, നമുക്ക് ഈ പേരൊന്ന് മാറ്റി പിടിച്ചാലോ? ഒരു പെണ്ണിൻ്റെ പേര് വേണം. നിനക്കറിയാവുന്ന ഒരു പെണ്ണിൻ്റെ പേര് പറ. എനിക്കറിയാവുന്ന ഒരു പെൺകുട്ടിയേ ഉള്ളൂ ദാമുവേട്ട, വിബി. വിബി, അത് കൊള്ളാലോ. അതിലെ അവസാനത്തെ ഐ മാറ്റി നമുക്ക് VIP എന്നാക്കിയാലോ? അങ്ങനെ ദാമുവേട്ടൻ ഇട്ട പേരാണ് VIP. ഞങ്ങളുടെ കമ്പനിയിൽ ഇപ്പോൾ കുറേ ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട് ചേട്ടാ. അപ്പൊ വലിയ കമ്പനിയായോ? വലിയ കമ്പനിയായി ചേട്ടാ. ചിലപ്പോ ചേട്ടന് ഇട്ടേക്കണ ഷെഡിയും ബനിയനും ഞങ്ങളുടെ കമ്പനിയുടെ ആയിരിക്കും. ഒരു VIP കോർപ്പറേറ്റ് കമ്പനിയുടെ എന്റെ കൂട്ടുകാരന്റെ പടം നിങ്ങൾ കണ്ടിട്ടില്ല? ഒരു മാഗസിനിൽ അടിച്ചു വന്നിട്ടുണ്ട്. അങ്കിളെ, VIP കമ്പനിയുടെ ഉടമസ്ഥൻ നിങ്ങളാണോ? ഇന്ത്യയിലെ ഏറ്റവും വലിയ കോർപ്പറേറ്റ് അണ്ടർ ഗാർമെന്റ്സ് കമ്പനി. ഞാനൊന്ന് നോക്കട്ടെ. വലിയ കമ്പനിയായിട്ടും ഗോപാലേട്ടന്റെ വീട്ടിലേക്ക് കാശ് അയച്ചു കൊടുക്കുക. ചേച്ചി, ഒരു മണി ഓർഡർ ഉണ്ട്. പിന്നീട് ഒരു ദിവസം വഴിയിൽ വെച്ച് ഒരാളുടെ കൂടെ മോട്ടോർ സൈക്കിളിൽ ബിബി പോണത് ഞാൻ കണ്ടു.
ഞാൻ ബിബിയുടെ പിന്നാലെ ഓടി ആ വീട്ടിലേക്ക് ചെന്നു. പാലു അതാരാ ബിബി? കൂട്ടുകാരനാ, സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകുക. വിപിത, ആരാ അവിടെ വന്നിരിക്കണേ? അതൊരു പിച്ചക്കാരൻ സഹായത്തിന് വന്നിരിക്കുന്നതാ. പാലു, പാലു പോ പാലു. എൻ്റെ ഓർമ്മശക്തി നഷ്ടപ്പെട്ടു പോയി. ഞാൻ എവിടെയൊക്കെയോ ഇങ്ങനെ പോയി. എത്ര ദിവസം എത്ര നാൾ ഓടിയെന്നൊന്നും എനിക്കറിയില്ല. കുറേ കഴിഞ്ഞ് എങ്ങനെയാണെന്ന് അറിയില്ല, ഒരു ദിവസം എനിക്കറിയാണ്ട് ഓർമ്മ തിരിച്ചു കിട്ടി. ഓർമ്മ തിരിച്ചു കിട്ടിയപ്പോൾ ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോയി. വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ഒരു ലെറ്റർ കിടപ്പുണ്ടായിരുന്നു. അത് ബിബിയുടെ ലെറ്റർ ആയിരുന്നു. പ്രിയപ്പെട്ട പാലു, ഒന്ന് കാണണമെന്നുണ്ട്. ഞാൻ ആലപ്പുഴയിൽ പള്ളിക്ക് എതിർവശത്തുള്ള വീട്ടിലുണ്ട്. വരാമോ? സ്നേഹത്തോടെ ബിബി. ഞാൻ ബിബിനെ കാണാനാണ് ഈ നാരങ്ങ മിഠായി കൊണ്ട് പോണത്. ഈ ഷൂസ് എനിക്ക് ബിബി തന്നതാണ്. ബിബി, ബിബി, ബിബിക്ക് ഇഷ്ടമുള്ള നാരങ്ങ മിഠായിയാ. ഞാൻ ഇതിന്ന് 5-6 എടുത്ത് കഴിച്ചുകൂട്ടാ. പാലുവിനെ അവസാനമായി ഒന്ന് കാണാൻ വിളിച്ചതാണ്. ബിബിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാ. പാലു, ഞാൻ ചീത്തയാ പാലു. പാലുവിനെ പോലെ ഒരു നിഷ്കളങ്കന്റെ ജീവിതത്തിലേക്ക് വരാൻ എനിക്കാകില്ല. അമ്മച്ചി പറഞ്ഞേക്കണത് എല്ലാവരും തെറ്റ് ചെയ്യുന്നുണ്ടെന്നാ. അത് ക്ഷമിക്കണമെന്നും അമ്മച്ചി പറഞ്ഞിട്ടുണ്ട്. ഇല്ല, ഞാൻ വരില്ല പാലു. നമുക്ക് കല്യാണം കഴിച്ച് ഒരു കുടുംബമായിട്ട് ജീവിക്കാം ബിബി. പാലു, ഞാൻ വരില്ല പാലു. പാലു പോയിക്കോ. എൻ്റെ കൂടെ വാ ബിബി. ഞാൻ വരില്ല പാലു. ബിബി വന്നില്ലെങ്കിൽ എനിക്കും ഒരു ജീവിതം വേണ്ട.